എല്ലാവരും സുഖായിരിക്കുന്നെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് റമദാൻ സ്പെഷ്യലായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നമുക്ക് വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോഴോ ഇല്ലാന്നുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള സ്നാക്കാണ്. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കിത് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസ് ഒക്കെ പറയാം. അതുപോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് ട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം. ഈ സ്നാക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മാവ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് മൈദയാണ് ട്ടോ എടുക്കുന്നത്. ഇത് നമുക്ക് ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എല്ലാം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ഇതൊന്ന് കുഴച്ച് റെഡിയാക്കി എടുക്കണം. അപ്പോൾ വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ നോർമൽ വാട്ടർ തന്നെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ചൂടുവെള്ളം ഒന്നും ചേർത്ത് കൊടുക്കണ്ട. അപ്പോൾ ഇതേപോലെ കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കില്ലേ അതുപോലെ തന്നെ ഒന്ന് കുഴച്ചെടുക്കുക. വെള്ളമൊന്നും കൂടി പോകരുത് കേട്ടോ. നമുക്ക് പരത്തിയെടുക്കാനുള്ളതാണ്. ഇപ്പോൾ നല്ലതുപോലെ ഞാനൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് നേരം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കണം. അപ്പോൾ അതിന് മുൻപായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഓയിൽ എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് അടച്ചു വെക്കുക. ഒരുപാട് സമയമൊന്നും വേണ്ട. ഒരു 10 മിനിറ്റൊക്കെ വെച്ചാൽ മതി ട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 250 ഗ്രാം ബോൺലെസ് ചിക്കനാണ് ട്ടോ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ദേ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ ചിക്കൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനി ഈ വെള്ളമെല്ലാം വറ്റുന്ന വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ചിക്കൻ നല്ലതുപോലെ ഒന്ന് കുക്കായിട്ട് വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അടച്ചു വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് നമ്മൾ തുറന്ന് നോക്കിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ അടച്ചു വെച്ചിട്ട് വേണം കേട്ടോ വേവിച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ ഇതിലെ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കണ്ടോ ചിക്കനെല്ലാം നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് കുറച്ച് നേരം ഇത് ചൂട് പോകാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ചിക്കൻ ചൂടെല്ലാം പോയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതൊരു മിക്സ്ഡ് ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിപ്പോൾ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കനെല്ലാം ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരുപാട് അങ്ങനെ പൊടിച്ചൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. കണ്ടോ ദാ ഇതേപോലെ ഇങ്ങനെ ഒന്ന് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വെച്ചിട്ട് മസാല റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് സവാള ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 മീഡിയം സൈസുള്ള സവാളയാണ് എടുത്തിട്ടുള്ളത്. ഇതേപോലെ ചെറിയ പീസായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് കുറച്ച് നേരം ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കുമ്പോൾ 3 എണ്ണം തന്നെ ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. സവാള കൂടുതൽ ചേർത്ത് കൊടുക്കുന്നതാണ് ഈ മസാലയ്ക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇപ്പോൾ സവാള ദേ ഒന്ന് വഴന്ന് വരാനായിട്ട് തുടങ്ങുന്നുണ്ട്. ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ കണ്ടോ ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുക. പിന്നെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചതും പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ പിന്നെ 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെയൊക്കെ ഒരു റോ ടേസ്റ്റ് ഒക്കെ മാറുന്നവരെ നല്ലതുപോലെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. ഈ സവാളയ്ക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചിക്കൻ വേവിച്ചെടുത്തപ്പോൾ അതിലും ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ഈ ഒരു മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ നന്നായിട്ട് ഇതൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക.
ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമ്മളിപ്പോൾ ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള ചിക്കൻ ഇല്ലേ ഇതിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആവുന്ന രീതിയിൽ തന്നെ കുറച്ച് നേരം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ എല്ലാം ദേ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം. ആ ചിക്കനിലേക്ക് ഇതിൻ്റെ മസാലയൊക്കെ നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 2 മിനിറ്റ് കഴിയട്ടെ. അതിന് ശേഷം നമുക്ക് എടുക്കാം. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്യാം. കണ്ടോ ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് തന്നെ മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. നല്ലതുപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയില ഞാൻ ദേ ഇതുപോലെ ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ എല്ലാം ദേ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ ഇത്രയും മതി ട്ടോ. നമ്മുടെ സ്നാക്കിന് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന മാവില്ലേ ഇതെടുക്കാം. കണ്ടോ കുറച്ച് നേരം വെച്ചപ്പോഴത്തേക്കും നന്നായിട്ട് തന്നെ സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ഇതുപോലെ 2 ബോൾസ് ആക്കിയിട്ട് ഒന്ന് എടുക്കാം. ഇനി ഇത് നന്നായിട്ട് കനം കുറച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്റ്റാൻഡിലേക്ക് കുറച്ച് മൈദ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഇതൊന്ന് പരത്തിയെടുക്കാം. കണ്ടോ ഇപ്പോൾ ഇതേപോലെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ പീസായിട്ട് റൗണ്ട് ഷേപ്പിൽ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇതുപോലൊരു കുക്കി കട്ടറാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതില്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമ്മുടെ വീട്ടിൽ ഈ ഒരു വലുപ്പത്തിലുള്ള ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ കിട്ടാൻ പാകത്തിലുള്ള ബൗളോ ഇല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ബോട്ടിലിൻ്റെ അടപ്പൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടായാലും ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇത് വെച്ചിട്ട് ഈ ഒരു ഷേപ്പിൽ ഈ ഒരു വലുപ്പത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതേപോലെയാണ് ട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇത്രയും തിന്നായിട്ട് വേണം നമ്മൾ പരത്തിയെടുക്കാനായിട്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് ഫില്ല് ചെയ്തെടുക്കണം. വളരെ സിമ്പിളാണ് ട്ടോ ഇത് റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിട്ടില്ലേ, ഇതിന്ന് ഒരു 4 പീസ് എടുത്തിട്ട് ഇതേപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഏറ്റവും അറ്റത്ത് വരുമ്പോൾ ഒന്നിന് മീതെ ഇങ്ങനെ ഒന്നായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഒന്നിന് മീതെ ഒന്നായിട്ട് ഇങ്ങനെ വെച്ചിട്ടുള്ള ഈ ഒരു സ്പേസ് ഇല്ലേ, ഇത് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിങ്ങനെ ഇവിടെ ജോയിന്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേപോലെ ഇങ്ങനെ പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ വിട്ടുപോരൊന്നുമില്ല. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്ന പോലെ തന്നെ ഇതേപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഫില്ലിങ് വെക്കുമ്പോൾ ഒരുപാട് കനത്തിൽ വെച്ച് കൊടുക്കണ്ട. ഇതേപോലെ ഇങ്ങനെ കുറേശ്ശെയായിട്ട് വെച്ച് കൊടുത്താൽ മതി ട്ടോ. കാരണം നമ്മളിത് മടക്കിയെടുക്കുമ്പോൾ ഇതിൽ അത്യാവശ്യം ഫില്ലിങ് എന്തായാലും വരും. അപ്പോൾ ഈ ഒരു കനത്തിൽ ഇതേപോലെ ഈ അറ്റം വരെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇനി എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഒരു സൈഡ് ഇങ്ങോട്ട് ഇങ്ങനെ മടക്കി കൊടുക്കാം. നമ്മളിങ്ങനെ പ്രസ് ചെയ്തൊക്കെ വെച്ചതിൻ്റെ പേരിൽ തന്നെ ഒരെണ്ണം നമ്മളിങ്ങനെ മടക്കി കൊടുക്കുമ്പോഴത്തേക്കും അടുത്തതും ഇങ്ങനെ മടങ്ങി മടങ്ങി വരും കേട്ടോ. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ എല്ലാം ഇങ്ങനെ ഒന്ന് മടക്കിയെടുക്കുക. അപ്പോൾ ഇനി ഒന്നുമില്ല. ഇനി വളരെ സിമ്പിളാണ്. നമുക്ക് ഈ സൈഡിൽ നിന്ന് തുടങ്ങി ഇതേപോലെ ഇങ്ങനെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. കണ്ടോ? അപ്പോൾ നമുക്ക് നല്ലൊരു റോസാപ്പൂവിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ കിട്ടും. അപ്പോൾ ലാസ്റ്റ് വരുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, അത് നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് താഴോട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അതവിടെ ഇങ്ങനെ ജോയിന്റ് ആയിട്ട് ഇരിക്കും. കണ്ടോ? അപ്പൊ നമുക്ക് നല്ലൊരു ഫ്ലവർ ഷേപ്പിൽ ഇപ്പൊ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ അകത്ത് നമ്മൾ ഫില്ലിംഗ് ഒക്കെ വെച്ചതിന്റെ പേരിൽ ഇതിങ്ങനെ റോൾ ചെയ്തെടുക്കുമ്പോൾ ഫില്ലിംഗ് ഒന്നും പോവില്ല കേട്ടോ. നല്ല എളുപ്പമല്ലേ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാം.
ഇതുപോലെ എല്ലാം ഫില്ല് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ 2 ബോൾസ് ആക്കിയിട്ടല്ലേ എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അടുത്തതും ഇതുപോലെ തന്നെ പരത്തി എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ഫില്ല് ചെയ്ത് റെഡിയാക്കി എടുക്കാം ട്ടോ. ഇപ്പോൾ എല്ലാം ഞാനിവിടെ ഇതേ ഷേപ്പിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഒന്നുമില്ല. ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്റ്റീമറിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇതിൽ ഒട്ടിയിരിക്കുന്നില്ല. നമുക്ക് വേഗം തന്നെ എടുക്കാനായിട്ട് പറ്റും. എന്നിട്ട് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഓരോ ഫ്ലവറും ഇതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇനി ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് റെഡ് ചില്ലി പൗഡർ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് വേറെ ഒന്നുമല്ല, നമുക്ക് കാണാൻ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും, കുറച്ച് സ്പൈസി ആയിരിക്കും. അതിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റ് ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ 20 മിനിറ്റ് കഴിയട്ടെ, അതിന് ശേഷം നമുക്ക് എടുക്കാം. ഇപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എടുക്കാം. കണ്ടോ, ഇപ്പോൾ എല്ലാം നന്നായിട്ട് തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് എടുത്തിട്ട് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ വെറൈറ്റി ഉള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ റമദാൻ സ്പെഷ്യലായിട്ട് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരാണെങ്കിൽ കൊടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻസ് ഒക്കെ പറയണം. അതുപോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് ഇതിലും ടേസ്റ്റി ആയിട്ടുള്ള മറ്റു റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.